ഒരാൾക്കൊരു അസുഖം വരുന്നതിൽ അയാൾക്ക് എന്തെങ്കിലും വലിയ പങ്കുണ്ടോ? ഒരു വാഹനം കേടായാൽ അതിലെ യാത്രക്കാരന് അക്കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഒരാൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാൽ, ഭക്ഷണം മോശമായാൽ അത് കഴിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു മൈക്ക് കേടായാൽ അതിലെ പ്രാസംഗികന് എന്തെങ്കിലും പങ്കുണ്ടോ? അത്തരത്തിൽ ഒരു ചോദ്യം ഉയർത്താൻ ഈ സമൂഹത്തിന് ബാധ്യതയുണ്ട്. നമുക്കൊരു വിമർശനം, ആര് നല്ല വിമർശനം ഉയർത്തിക്കൊണ്ടുവന്നാലും സ്വാഭാവികമായിട്ടും അത് ഏത് മാധ്യമമായാലും അതിലാരും കുറ്റം പറയില്ല. പക്ഷേ ഒരു കാര്യവുമില്ലാത്ത ചില കാര്യങ്ങൾ തട്ടിക്കൂട്ടി അതൊരു വാർത്തയാക്കി കൊടുത്ത് അതിൽ ഒരാസ്വാദനം കണ്ടെത്തുമ്പോൾ അതിൽ അല്പം ശരികേടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി മൈക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ അത് കേടാവുന്നു. എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്ക് വാർത്താ സമ്മേളനമോ അതല്ലെങ്കിൽ പൊതുസമ്മേളനമോ ഉണ്ട്. അതിലെ കുറേ ദൃശ്യങ്ങളെല്ലാം ഇവിടെ മുറിച്ചെടുത്ത് അതെന്തോ വലിയ സംഭവമാണ് എന്ന മട്ടിൽ ഞങ്ങളിതാ ഭയങ്കര വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന മട്ടിൽ ഒരു വാർത്ത ചെയ്യുക, ഒരു ദൃശ്യമാധ്യമം. മുഖ്യമന്ത്രിയുടെ മൈക്ക് കേടായാൽ മുഖ്യമന്ത്രി തന്നെ അതിന് സമാധാനം പറയണം, മുഖ്യമന്ത്രി തന്നെ അതിന് ഉത്തരവാദിയാവും. മുഖ്യമന്ത്രിയെ ഞങ്ങൾ ട്രോളും, മുഖ്യമന്ത്രിയെ കളിയാക്കി സ്റ്റോർ ചെയ്യും, മുഖ്യമന്ത്രിക്ക് പണി കിട്ടി എന്ന് സ്റ്റോറിക്ക് ക്യാപ്ഷൻ കൊടുത്ത് സന്തോഷിക്കും. ഇതാണ് മാധ്യമപ്രവർത്തനം എന്ന് കരുതുന്നുവെങ്കിൽ ഒന്നും പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാധ്യമപ്രവർത്തനമല്ല, നമ്മളുടെ ഉള്ളിലുള്ള മറ്റെന്തോ ദേഷ്യം തീർക്കുന്നു എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റൂ. കാരണം അത്രമാത്രം മോശപ്പെട്ട ഒരു കാര്യമാണത്. നമ്മൾ ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെക്കുറിച്ച് മാറി നിന്ന് ഒരു ആക്ഷേപം പറഞ്ഞ് രസിക്കുന്ന ആ ഒരു മനോഭാവം തന്നെയാണ് ഇവിടെയും ഉണ്ടാവുന്നത്. ഒരു മൈക്ക് കേടാവുന്നതിൽ അവിടുത്തെ പ്രാസംഗികന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതൊക്കെ സ്ഥിരമാണ്, അതെന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് ഇതുപോലെ വാർത്ത എഴുതി എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പണി കിട്ടിയെന്ന് ആശ്വസിക്കുന്ന ആ ഒരു മാധ്യമ, നമുക്കൊരാളോടുള്ള ദേഷ്യം തീർക്കലല്ല മാധ്യമപ്രവർത്തനം എന്നുകൂടി ഈ ബന്ധപ്പെട്ടവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിക്കുന്നു.